வாழ்க்கைன்றது ஒரு பயணம். அதுல ஜெயிக்கவோ தோக்கவோ முடியாது. கடைசி வரைக்கும் ஓடிட்டே இருக்கலாம், அவ்வளவுதான். ஆனா அப்படி ஓடுறது நமக்கு பிடிச்ச மாதிரி கூட ஓடலாமே. ஏன்னா வாழ போறது ஒரே ஒரு முறை தான். நம்ம ஜெயிக்கிறோமா தோக்கிறோமாங்கிறது முக்கியம் இல்ல நண்பா, கடைசி வரைக்கும் முயற்சி பண்ணமாங்கிறதா முக்கியம். தோத்தாலும் ஜெயிச்சாலும் എല്ലാ മച്ചന്മാർക്കും സുമേഷ് ട്രാവലിൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ആലപ്പുഴ ജനകീയ ഹോട്ടലിൽ നിന്ന് ഭക്ഷണമൊക്കെ പാഴ്സൽ മേടിച്ചിട്ട് വരികയാണ്. നല്ല മഴ ചാറുന്നുണ്ട്, അപ്പോൾ ഭക്ഷണം കഴിക്കാൻ നിന്നില്ല. അപ്പോൾ ഈ പോകുന്ന വഴിക്ക് നമ്മുടെ പുന്നപ്ര സ്മാരകം ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അതുകൂടി ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് പറഞ്ഞ് വന്നതാണ്. അകത്തോട്ടുള്ള വഴിയാണ്. അപ്പോൾ നമ്മളേതായാലും അകത്ത് കയറി ഇവിടെ ഏതെങ്കിലും ഒരു വീട്ടിലൊക്കെ ചോദിച്ച് അതുകൂടി ഒന്ന് കണ്ടതിന് ശേഷം നമുക്ക് നേരെ പോകുന്ന വഴിക്ക് ഏതെങ്കിലും ഒരു കടയുടെ സൈഡിലിരുന്നിട്ട് ഭക്ഷണം ഒന്ന് കഴിക്കണം. എവിടെ സ്മാരകം? ആ ആ ആ പടിഞ്ഞാറ് റൂട്ടല്ലേ? ആ ഓക്കെ. മഴ കൊള്ളാണ്ട് ഇരിക്കാൻ പറ്റിയ വല്ല സ്ഥലമുണ്ടോ അവിടെ? പറ്റത്തില്ലല്ലേ? അല്ല വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ അവിടെ നിൽക്കുന്നതിന്? പാലക്കാട്. പുള്ളിക്കാരൻ പറഞ്ഞ വഴി ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെയല്ല, നല്ല കായലിലെ തീരത്ത് മണൽ കിടക്കുന്ന പോലെയാണ്. വണ്ടി ഓടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സ്ലിപ്പായി ബാക്കൊക്കെ നല്ലതുപോലെ വണ്ടി സ്കിഡായി പോകുന്നുണ്ട്. അപ്പോൾ അതേ നേരി കാണുന്ന ഇതാണ് നമ്മുടെ പുന്നപ്ര സ്മാരകം. മഴ ചാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഏതായാലും നമ്മളിവിടെ എത്തി. ഇപ്പോൾ വയലാർ രക്തസാക്ഷികൾ സിന്ദാബാദ് എന്ന് പറഞ്ഞിട്ടൊക്കെ ഫ്രണ്ടിൽ എഴുതിയിട്ടുണ്ട്. മലയാള വർഷം 1122, ഇംഗ്ലീഷ് 946 ഒക്ടോബർ 23 മച്ചാനെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ ബെല്ലൈക്കൺ ഓൾ എന്ന് പറഞ്ഞ് എനബിളാക്കുക. ലൈക്കും കമൻറ്റും മറക്കാതെ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക. ഇപ്പോൾ ഹൈവേ കയറുന്നതിന് മുമ്പായിട്ട് നമുക്കിവിടെ ഇരുന്നിട്ട് ഭക്ഷണം കഴിച്ചിട്ട് പോവാം. ഇപ്പോൾ ഇത് ജനകീയ ഹോട്ടലിൽ നിന്ന് വാങ്ങിച്ച ഫുഡാണ്. നിങ്ങൾ കഴിഞ്ഞ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അത് പോയിട്ട് കാണുക. അപ്പോൾ ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ വിലയും കാര്യങ്ങളൊക്കെ ആ വീഡിയോയിലുണ്ട്. ഇപ്പോൾ 25 രൂപ ഊണും ഒരു അയലക്കറിയാണ് 25 രൂപ, അത് അഡീഷണലാണ്. അല്ലാതെ ഈ കറി ചോറിൽ തന്നെ ഒരു അവിയലുണ്ട്, ഒരു അച്ചാറുണ്ട്, ഒരു തോരൻ പോലെ ഒരെണ്ണമുണ്ട്, പിന്നെ സാമ്പാറും ഉണ്ട്. അത്രയുമാണ് 25 രൂപയ്ക്ക്. അത് തന്നെ ലാവിഷാണ്.
അപ്പോൾ ഏതായാലും ഇരുന്ന് കഴിക്കാൻ വേറെ ഹോട്ടലൊന്നും കയറിയില്ല. നമ്മൾ ഞായറാഴ്ച ആയതുകൊണ്ട് കട അടച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ സൈഡിൽ ഇരുന്നിട്ടാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്. മഴ എപ്പോഴും പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ കുമരകം ലക്ഷ്യമാക്കിയിട്ട് യാത്ര തിരിക്കുകയാണ്.